ഹായ് എല്ലാവർക്കും നമസ്കാരം. റുസ്ദാദുമാണ്. ഈ ഒരു കാഴ്ച കണ്ടപ്പോൾ നമുക്കൊരു വീഡിയോ ചെയ്യാൻ തോന്നി. കാരണം നമ്മളൊക്കെ നല്ല അടിപൊളി വീട്ടിലൊക്കെ താമസിക്കണം. പക്ഷേ ഇവർക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കണം നോക്കിയാണ് നമ്മൾ കൊണ്ടോട്ടിയിലുള്ളത്. കൊണ്ടോട്ടിൻ്റെ റിലീഫ് ഹോസ്പിറ്റലിൻ്റെ അടുത്ത് ഇവരൊക്കെ ഈ സാധനങ്ങളൊക്കെ നമ്മളുണ്ടല്ലോ ഒരു ബലൂണൊക്കെ വിൽക്കുന്ന ആൾക്കാരാണ്. ഈ ബലൂണൊക്കെ ഉണ്ടെങ്കിൽ കാണുമ്പോൾ നമ്മൾ വാങ്ങി കൊടുക്കണ്ടോ. കാരണം ഒരു ജീവിതമാർഗ്ഗത്തിന് വേണ്ടിയിട്ടല്ലേ. പക്ഷേ ഇത് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി അതിന് ഫുൾ വീഡിയോ ഇട്ടുതരാം. ഓക്കെ. ഇവർ കൊണ്ടോട്ടിൽ വന്നിട്ട് ഏകദേശം ഒരു മാസമാവാറായി. എന്നും ഈ ഒരു കാഴ്ച കാണാറുണ്ടെങ്കിലും ഭക്ഷണം ഉണ്ടാക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഇവർ. കാരണം ഇവർ എവിടെയാണ് താമസിക്കുന്നതെന്ന് അറിയാറില്ല. കാരണം അധികവും വൈകുന്നേര സമയങ്ങളിലാണ് ഇവരുടെ കച്ചവടം കൂടുതൽ നടക്കാറുള്ളത്. കാരണം ഇവർക്കൊരു ലൈറ്റിൻ്റെ ഒരു ബലൂണുണ്ട്. ആ ബലൂണാണ് ഏറ്റവും കൂടുതൽ ഇവർ ഹൈലൈറ്റായി വെക്കുന്നത്. പക്ഷേ പകൽ സമയങ്ങളിൽ ഈ രീതിയിലുള്ള ബലൂണുകളാണ് ഇവർ വെക്കുന്നത്. എന്നാലും രാത്രിയിൽ നല്ല കച്ചവടവും ഉണ്ട്, നല്ല ആളുകൾ ഇവരുടെ നിന്ന് വാങ്ങിപ്പോവാറുണ്ട്. പക്ഷേ ഞാൻ ഇവിടെ ഹൈലൈറ്റ് ചെയ്തത് ഈ ഒരു കാര്യം മാത്രമാണ്. കാരണം ഈ ഒരു ചപ്പാത്തി, അതായത് നമ്മൾ ഗൾഫിലൊക്കെ പോയാൽ കാണാം, പാകിസ്ഥാനിലൊക്കെ റൊട്ടി ചുടുന്നത് നമ്മൾ പല ആളുകളും കണ്ടുണ്ടാവും. ആ റൊട്ടി തന്നെയാണ് ഇവർ ഇവിടെ ഉണ്ടാക്കുന്നത്. അതിലേക്കുള്ള കറി കാര്യങ്ങളൊക്കെ സെറ്റാക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു കൗതുകമായി തോന്നി. കാരണം നമ്മളൊക്കെ നല്ല വീട്ടിൽ നല്ല അടിപൊളി തീൻ മേശയിൽ ഇരുന്ന് കൂടെയൊക്കെ ഭക്ഷണം കഴിക്കുന്നത്. പക്ഷേ ഇവർക്ക് അത് അടിപൊളിയായിട്ട് നല്ല രീതിയിൽ തന്നെ അവരുടേതായിട്ടുള്ള ആ രീതിയിൽ അവർ ഉണ്ടാക്കിയിട്ട് കഴിക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചു നിങ്ങൾ എവിടെയാണ് ഉറങ്ങാറുള്ളത്. അപ്പോൾ അവർ പറഞ്ഞു നമ്മളെ ഈ ഒരു സ്ഥലത്ത് തന്നെ KVRൻ്റെ ഒരു ബൈക്കിൻ്റെ ഷോറൂമുണ്ട്. അതിന് മുമ്പിലുള്ള ടൈൽസിന് മുകളിലാണ് ഇവരെല്ലാവരും ഉറങ്ങാറ്. പക്ഷെ ഇവരുടെ കയ്യിലൊരു ഒമിനി ഉണ്ട് കേട്ടോ. ആ ഒമിനിയിലാണ് ഇവരെ ഈ പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ അവർ സൂക്ഷിക്കുന്നത്. എന്തായാലും ഒരു റിക്വസ്റ്റ് കൂടി ഉണ്ട്. ഈ കൊണ്ടോട്ടി പരിസരത്ത് എവിടെയെങ്കിലും വലിയ ഉത്സവങ്ങളോ എന്തെങ്കിലും പരിപാടികളോ നേർച്ചകളോ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതണേ. അവർ ആവശ്യപ്പെട്ടതാണ്. കാരണം അടുത്തെവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് അവിടെ പോയി കച്ചവടം ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് എവിടെയെങ്കിലും ഉത്സവമൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു 10 കിലോമീറ്റർ ചുറ്റുള്ളിലൊക്കെ എവിടെയെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. ഞാൻ അവർക്കത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. കാരണം അവർക്ക് അവിടെ പോയി കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഓക്കെ, ഞാൻ അവിടെ പറഞ്ഞു ഈ വരുന്ന അരിമ്പ്ര 15-ാം തീയതി ഒരു ഉത്സവമുണ്ട്. അപ്പോൾ 15-ാം തീയതിയാണ്. അപ്പോൾ അതിൻ്റെ അടുത്ത് എവിടെയെങ്കിലും ദിവസങ്ങളിൽ അടുത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഓക്കെ. ഇവിടെ കറി വയ്ക്കുകയാണ് നിങ്ങൾ ഗ്രീൻ പീസാണ്. ഇതാണ് പോലെ വാഹനം കേട്ടോ. ഈ വാഹനത്തിലാണ് അവർ എല്ലാ സാധനങ്ങളും സൂക്ഷിച്ച് വെക്കുന്നത്. പക്ഷേ ഉറങ്ങൽ ഈ കാണുന്ന സ്ഥലത്താണ്. ഈ KVRൻ്റെ ഈ മുന്നിലേക്ക് ഇപ്പോൾ ഈ കാണുന്ന സ്ഥലത്തൊക്കെയാണ് ഇവർ ഉറങ്ങാറുള്ളത്. ഇവിടെ 24-ൻ്റെ ഒരു കട ഉണ്ട്, 24 മണിക്കൂറിൽ ചായക്കട. അതിൻ്റെ അടുത്തായിട്ടാണ് ഇവർ കടന്നുറങ്ങാറുള്ളത്. ഓക്കെ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. മാക്സിമം കൂടുതൽ വീഡിയോ ഷെയർ ചെയ്തിട്ട് കൂടുതൽ എത്തിക്കാം.